നവഗ്രഹം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ ചതുർത്ഥ സ്കന്ധത്തിലെ ശുക്രന്റെ പ്രത്യാഗമനം ആണ് വായിച്ചത്. ഇനി വായിക്കുന്നത് ദേവദാനവ യുദ്ധ സമാപ്തി ആണ്. അഥ പഞ്ചദശോധ്യായ ദേവദാനവ യുദ്ധ സമാപ്തി. വ്യാസ ഉവാച ഇതി തസ്യ വച ശ്രുത്വാ ഭാർഗവസ്യ മഹാത്മനാ പ്രഹ്ലാദസ്തു സംഹൃഷ്ടോ ബഭൂവ. നൃപനന്ദന, മഹാരാജാവേ, മഹാത്മാവായ ഭൃഗുപുത്രന്റെ വാക്കു കേട്ടപ്പോൾ പ്രഹ്ലാദൻ വളരെ സന്തുഷ്ടനായി തീർന്നു. ജ്ഞാത്വാ ദൈവം ബലിഷ്ടം ച പ്രഹ്ലാദസ്താനുവാചഃ കൃതേ അപി യുദ്ധേന ജയോ ഭവിഷ്യതി രാജനാം. വിധിക്കാണ് ഫലം കൂടുതൽ എന്ന് മനസ്സിലാക്കിയിട്ട് പ്രഹ്ലാദൻ അവരോട് പറഞ്ഞു, യുദ്ധം ചെയ്താലും ഒരിക്കലും ജയം കിട്ടാൻ പോകുന്നില്ല. തഥാ തേ ജൈന പ്രോജോർധാനവ മദഗർവിത സംക്രമാസ്തു പ്രകർത്തവ്യോ ദൈവം കിം ന വിദാമഹേ. എന്നാൽ ആ സമയത്ത് അഹങ്കാരികളും ജയിച്ചുക്കളുമായ ദാനവന്മാർ പറഞ്ഞു, യുദ്ധം ചെയ്യുക തന്നെ വേണം. എന്താണ് വിധി? ഞങ്ങൾക്കറിഞ്ഞുകൂടാ അത് എന്താണെന്ന്. നിരുദ്ധ്യമാനാം ദൈവം ഹി പ്രധാനമസുരാധിപ കേന ദൃഷ്ടം ക്വ വാ ദൃഷ്ടം കീദൃശം കേന നിർമ്മിതം. ഹേ ദൈത്യപുങ്കവ, പൗരുഷമില്ലാത്തവർക്കുള്ളതാണ് വിധി. അവർ അതിനെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. അത് ആര് കണ്ടിട്ടുണ്ട്? എവിടെയാണ് കണ്ടിട്ടുള്ളത്? എങ്ങനെയുള്ളതാണ്? ആര് ഉണ്ടാക്കിയതാണ്? തസ്മാദ്യുദ്ധം കരിഷ്യാമോ ബലമാസ്തായ സാമ്പ്രതം ഭവാഗ്രേ ദൈത്യവർയത്വം സർവജ്ഞോസി മഹാമതേ. അതുകൊണ്ട് നമുക്കിപ്പോൾ ദേവന്മാരോട് യുദ്ധം ചെയ്യാം. അതിനുള്ള കരുത്ത് നമുക്ക് വേണം. ഹേ ദൈത്യശ്രേഷ്ഠ, അങ്ങ് സർവജ്ഞനാണല്ലോ. മഹാമതേ, അങ്ങ് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കണം. ഇത്യുക്ത്വാസ്തൈസ്തദാ രാജൻ പ്രഹ്ലാദ പ്രബലാരിഹ സേനാനീശ്ച തഥാ ഭൂത്വാ ദേവാൻ യുക്തേ സമാഹ്വയത്. രാജൻ അവർ ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ ശത്രുസംഹാര രക്ഷകനായ പ്രഹ്ലാദൻ സേനയുടെ നേതൃത്വം വഹിച്ച് ദേവന്മാരെ യുദ്ധത്തിന് വിളിച്ചു. തേ അഭി തത്രാസുരാൻ ദൃഷ്ട്വാ സംഗ്രാമേ സമുപസ്ഥിതാൻ സർവേ സംവൃത സംഭാരാ ദേവാസ്താൻ സമയോധയൻ. അസുരന്മാരെല്ലാം യുദ്ധത്തിന് ഒരുങ്ങി പുറപ്പെട്ടിരിക്കുന്നതായി കണ്ടപ്പോൾ ദേവന്മാരും ഒരുക്കങ്ങളോടുകൂടി അവരോട് ഏറ്റുമുട്ടി. സംഗ്രാമസ്തു തഥാ ഘോരാ ശക്ര പ്രഹ്ലാദയോരഭൂത് പൂർണ്ണം വർഷശതം തത്രാ മുനീനാം വിസ്മയാവഹാം. അപ്പോൾ ദേവേന്ദ്രനും പ്രഹ്ലാദനും തമ്മിൽ ഘോരമായ യുദ്ധം നടന്നു. മഹർഷിമാർക്ക് പോലും അത്ഭുതമുണ്ടാക്കുമാറ് തികച്ചും 100 വർഷം ആ യുദ്ധം നീണ്ടുനിന്നു. വർത്തമാനേ മഹായുദ്ധേ ശുക്രേണ പ്രതിപാലിത ജയമാപുസ്തദാ ദൈത്യ പ്രഹ്ലാദ പ്രമുഖാതൃപ. യുദ്ധം നടന്നുകൊണ്ടിരിക്കെ ശുക്രൻ സഹായിച്ചതുകൊണ്ട് പ്രഹ്ലാദൻ തുടങ്ങിയുള്ള ദൈത്യന്മാർ വിജയം നേടി. ദൈത്യവേന്ദ്രാം ഗുരുർവാക്യ സർവദുഃഖ വിനാശിനീം സസ്മാര മനസാ ദേവി മുക്തിദാം പരമാം ശിവാം. ദേവേന്ദ്രൻ അപ്പോൾ തന്നെ ദേവഗുരുവിന്റെ ഉപദേശമനുസരിച്ച് സർവ്വദുഃഖങ്ങളും ഇല്ലാതാക്കി മുക്തി നൽകുന്ന പരമമംഗളസ്വരൂപിണിയായ ദേവിയെ മനസാ സ്മരിച്ചു. ഇന്ദ്ര ഉവാച ജയദേവി മഹാമായേ ശൂലധാരിണി ചാംബികേ ശംഖചക്രഗദാ പത്മഖഡ്ഗഹസ്തേ അഭയപ്രദേ. ദേവി മഹാമായേ ശൂലധാരിണി അംബികെ, ജയിച്ചാലും ശംഖ്, ചക്രം, ഗദാ, പത്മം, ഖഡ്ഗം എന്നീ ആയുധങ്ങൾ ധരിച്ച അഭയപ്രദയായ ദേവി ജയിച്ചാലും. നമസ്തേ ഭുവനേശാനി ശക്തി ദർശനനായികേ ദശതത്വാത്മികേ മാതർ മഹാബിന്ദുസ്വരൂപിണി. ഹേ ഭുവനേശ്വരി, ശൈവശാക്ത സൗര ഗാണപത്യ വൈഷ്ണവ നാസ്തിക ദർശനങ്ങൾക്കും നായികയായിട്ടുള്ളവളെ, ശക്തി ദർശനത്തിലെ 10 തത്വങ്ങൾ രൂപം പൂണ്ടവളെ, അംബികെ, മായാവിശിഷ്ടയായ ബ്രഹ്മസ്വരൂപിണി, നിനക്ക് നമസ്കാരം. മഹാകുണ്ടലിനി രൂപേ സച്ചിദാനന്ദരൂപിണി പ്രാണ അഗ്നിഹോത്ര വിദ്യേ തേ നമോ ദീപശിഖാത്മികേ. മഹാകുണ്ടലിനി രൂപേ, സച്ചിദാനന്ദരൂപിണി, പ്രാണാഗ്നിഹോത്രം, പ്രപഞ്ചയോഗം എന്നീ 2 യാഗാഗ്നികൾക്കും അധിദേവതയായിട്ടുള്ളവളെ, അഗ്നിശിഖാസ്വരൂപിണി, നിനക്ക് നമസ്കാരം. പഞ്ചകോശധരഗതേ പുച്ഛേ ബ്രഹ്മസ്വരൂപിണി ആനന്ദകലികേ മാതാ സർവോപനിഷദർച്ചിതേ.
അന്നമയാദി കോശങ്ങൾക്ക് ഉള്ളിൽ വിളങ്ങുന്നവളെ, ആനന്ദമയ കോശത്തിന്റെ പുച്ഛമായി സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മസ്വരൂപിണി, ആനന്ദകലികെ, സർവോപനിഷത്തുക്കളും അർച്ചിക്കുന്നവളെ, അംബികെ നിനക്ക് നമസ്കാരം. മാതാപ്രസാദ സുമുഖീ ഭവഹീന സത്വാൻ ത്രയസ്വാനോ ജൈനനീ ഡൈറ്റ പരാജിതാൻ വൈ ത്വം ദേവീന ശരണദാ ഭുവനേ പ്രമാണ ശക്താസി ദുഃഖശമനേ അഖില വീര്യയുക്തേ. അമ്മേ, പ്രസന്നമുഖിയായി തീരണേ. ദൈത്യന്മാരോട് പരാജയപ്പെട്ട ഈ ദുർബലരെ രക്ഷിക്കണേ. ഹേ ദേവി, നീയാണ് ഞങ്ങൾക്ക് ശരണം, നീയാണ് ഞങ്ങൾക്ക് പ്രമാണം. സകല പരാക്രമവും തികഞ്ഞവളെ, ഞങ്ങളുടെ ദുഃഖമില്ലാതാക്കാൻ നിനക്ക് മാത്രമാണ് കഴിവുള്ളത്. ധ്യായന്തി ഏ അഭിസുഖിനോ നിതരാം ഭവന്തി ദുഃഖാന്വിത അവിധശോകഭയാസ്തദാന്യേ മോക്ഷാർത്ഥിനോ വിഗതമാന വിമുക്ത സംഘ സംസാരവാരിധി ജലം ത്രയരന്തി സന്ധ്യ. നിന്നെ ധ്യാനിക്കുന്നവർ അത്യന്തം സുഖികളായിത്തീരുന്നു. ധ്യാനിക്കാത്തവരാകട്ടെ ദുഃഖിതരും ശോഭമയങ്ങൾ വിട്ടുപോകാത്തവരുമായി ഭവിക്കുന്നു. മോക്ഷത്തിനു വേണ്ടി ധ്യാനിക്കുന്നവർ ദേഹാഭിമാനം പോയവരും ആസക്തിയില്ലാത്തവരുമായി സംസാരസാഗരത്തെ തരണം ചെയ്യുന്നു. ത്വം ദേവി വിശ്വജനനീ പ്രഥിത പ്രഭവ സംരക്ഷണാർത്ഥമുദിത അർത്തിഹര പ്രതാപാം. സംഹർത്തുമേതദഖിലം കില കാലരൂപ ഓ വേത്തി തേ അംഭചരിതം നനു മന്ദബുദ്ധി. ഹേ വിശ്വജനനിയായ ദേവി, നിന്റെ പ്രഭാവം സർവവിദിതമാണ്. ദുഃഖമില്ലാതാക്കി ലോകരക്ഷ ചെയ്യുന്നതിൽ നീ പ്രതാപമുള്ളവളാണ്. ഈ വിശ്വത്തെ മുഴുവൻ സംഹരിക്കേണ്ടി വരുമ്പോൾ നീ കാലസ്വരൂപിണിയായി തീരുന്നു. അമ്മേ, നിന്റെ വിസ്മയാവഹമായ ചരിത്രം മൂഢന്മാർ എങ്ങനെ അറിയും? സത്വഗുണമില്ലാത്ത സംരക്ഷണമില്ല, തമോഗുണമില്ലാത്ത സംഹാരവുമില്ല. മാതാവ് സത്വഗുണപ്രധാനയായി പുത്രനെ രക്ഷിക്കുന്നു, തമോഗുണപ്രധാനയായി സംഹരിക്കുകയും ചെയ്യുന്നു. ഈ രണ്ട് ഗുണങ്ങളും ഒരുമിച്ച് ഒരു മാതാവിൽ കാണുക വിലക്ഷണമാണല്ലോ. അതുകൊണ്ട് നിന്റെ ചരിത്രം അറിയാൻ വിഷമം തന്നെ. ബ്രഹ്മാഹരശ്ച ഹരിതശ്വരദോ ഹരിശ്ച ഇന്ദ്രോയമാത്ര വരുണോ അഗ്നിസമീരണൗ ച ജ്ഞാതും ക്ഷമാന മുനയോ അഭിമഹാനുഭാവ യസ്യാ പ്രഭാവമതുലം നിഗമാഗമാശ. ബ്രഹ്മാവ്, ശിവൻ, ആദിത്യൻ, വിഷ്ണു, ഇന്ദ്രൻ, യമൻ, വരുണൻ, അഗ്നി, വായു എന്നീ ദേവശ്രേഷ്ഠന്മാരും മഹാനുഭാവന്മാരായ മുനിമാർ തുടങ്ങിയവരും നിഗമാഗങ്ങളും നിന്റെ പ്രഭാവം അറിയാൻ ശക്തരല്ല. ധന്യാസ്തവ ഏവ തവ ഭക്തിപരാമഹാന്ത സംസാര ദുഃഖരഹിതാ സുഖ സിന്ധുമഗ്ന ഏ ഭക്തിഭാവരഹിതാന കദാഭി ദുഃഖാം ബോധിം ജനിക്ഷയതരം ഗമുദ്മേതരം ധി. നിന്നെ ഭജിക്കുന്ന മഹാന്മാർ തന്നെയാണ് ധന്യന്മാർ. അവർ സുഖസാഗരത്തിൽ നിമഗ്നരാണ്. ഭക്തിഭാവമില്ലാത്തവരാകട്ടെ ഒരിക്കലും ജനന മരണ രൂപമായ തരംഗങ്ങളുള്ള ദുഃഖസാഗരത്തെ കടക്കുന്നില്ല. ഏ വീജ്യമാനാസിത ചാമരൈശ്ച ക്രീഡന്തി ധന്യാശിഭിരാധിരൂഢ തൈ പൂജിതാ ത്വം കില പൂർവദേഹേ നാനോപഹാരൈരിതി ചിന്തയാമി. വെഞ്ചാമരം കൊണ്ട് വീശിപ്പെട്ട് മഞ്ചത്തിലിരുന്നരമിക്കുന്ന ധന്യന്മാർ പൂർവജന്മത്ത് അനേകം ഉപഹാരദ്രവ്യങ്ങളോടുകൂടി നിന്നെ പൂജിച്ചവരായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏ പൂജ്യമാന വരവാരണസ്താം വിലാസിനി വൃന്ദ വിലാസയുക്ത സാമന്തകൈശോഭനതൈർവ്രജന്തി മന്യേഹിതൈസ്തം കില പൂജിതാസി. സംപൂജ്യരായി കൊമ്പനാനപ്പുറത്തിരിക്കുന്നവരും വിലാസിനി ഗണങ്ങളുമായി രമിക്കുന്നവളും സാമന്ത രാജാക്കന്മാരാൽ പൂജിക്കപ്പെടുന്നവരും നിന്നെ പൂജിച്ചിട്ടുള്ളവരാണെന്ന് ഞാൻ വിചാരിക്കുന്നു. വ്യാസ ഉവാച ഏവം സുധാമഗവത ദേവി വിശ്വേശ്വരീ തഥാ പ്രാദുർബഭൂവ സരസാ സിംഹാരൂഢ ചതുർഭുജാം. ഇങ്ങനെ ദേവേന്ദ്രൻ വിശ്വേശ്വരിയായ ദേവിയെ സ്തുതിച്ചപ്പോൾ സിംഹാരൂഢയും ചതുർഭുജയുമായി ദേവി വേഗം പ്രത്യക്ഷപ്പെട്ടു.
ശംഖചക്രഗദാ പത്മാൻ ബിഭ്രതേ ചാരുലോചന രക്താംബരധരാ ദേവി ദിവ്യമാല്യവിഭൂഷണാം. ശംഖം, ചക്രം, ഗദാ, പത്മം എന്നിവ ധരിച്ചവളും അഴകാർന്ന കണ്ണുകൾ ഉള്ളവളും രക്താംബരം ധരിച്ചവളും ദിവ്യമാല്യങ്ങൾ അണിഞ്ഞവളുമായ ആ ദേവി താനുവാചാസുരാം ദേവി പ്രസന്നവദനാ ഗിരാ ഭയം ത്യജന്തു ഭൂദേവാശം വിദാസ്യേ കിലാധുന. പ്രസന്നവദനയായി ആ ദേവന്മാരോട് പറഞ്ഞു, ഹേ ദേവന്മാരെ, ഭയപ്പെടേണ്ട, ഞാൻ ഉടൻ തന്നെ നിങ്ങൾക്ക് നന്മ വരുത്തുന്നുണ്ട്. ഇത്യുക്ത്വാ സാ തഥാ ദേവി സിംഹാരൂഢാതിസുന്ദരീ ജഗാമാതരസാ തത്ര യത്ര ദൈത്യാമധാന്വിതാം. ഇങ്ങനെ അവരോട് പറഞ്ഞിട്ട് സിംഹാരൂഢയും അതിസുന്ദരിയുമായ ആ ദേവി ദൈത്യന്മാരുടെ അടുത്തേക്ക് പോയി. പ്രഹ്ലാദ പ്രമുഖ സർവേ ദൃഷ്ട്വാ ദേവി പുരസ്ഥിതാം ഊജു പരസ്പരം ഭേദാ കിം കർത്തവ്യമിതസ്തദാ. പ്രഹ്ലാദ പ്രമുഖരായ ദൈത്യന്മാരെല്ലാവരും തങ്ങളുടെ മുന്നിൽ സന്നിഹിതരായിരിക്കുന്ന ദേവിയെ കണ്ടു. അവർ ഭയപ്പെട്ട് പരസ്പരം മന്ത്രിച്ചു, എന്താണിപ്പോൾ ചെയ്യേണ്ടത്? ദേവം നാരായണം ചാത്ര സംപ്രാപ്ത ചണ്ഡികാ കില മഹിഷാന്തകരീ നൂനം ചണ്ഡമുണ്ട വിനാശിനി. ദേവനായ നാരായണനെ സഹായിക്കാനാണ് ഈ ചണ്ഡിക വന്നിരിക്കുന്നതെന്ന് തീർച്ചയാണ്. ഇവളാണ് മഹിഷാസുരനെ കൊന്നത്, ചണ്ഡമുണ്ടന്മാരെ സംഹരിച്ചത്. നിഹന്യഷ്യതിന സർവാനംബികാനാത്ര സംശയ വക്രദൃഷ്ട്യാ യഥാ പൂർവം നിഹതോ മധുകൈടഭോ. പണ്ട് കടക്കണ്ണുകൊണ്ട് ആണ് ഇവൾ മധുകൈടവന്മാരെ കൊന്നത്. അതുപോലെ ഈ അംബിക നമ്മയെല്ലാം സംഹരിക്കും, സംശയമില്ല. ഏവം ചിന്താതുരാന്വേഷ്യ പ്രഹ്ലാദസ്ഥാനുവാചഃ യോദ്ധവ്യം നാദഗന്ധവ്യം പലായ ധാനവോത്തമ. ഇങ്ങനെ ചിന്താക്രാന്തരായി നിൽക്കുന്ന ദൈത്യന്മാരെ നോക്കി പ്രഹ്ലാദൻ പറഞ്ഞു, ധാനവന്മാരെ, യുദ്ധം ചെയ്യേണ്ട, നമുക്ക് ഓടിപ്പോയിക്കൊള്ളാം. നമുചിസ്ഥാനുവാചാദ പലായനപനാപരാനിഹ അനിഷ്യതി ജഗന്മാതാരൂഷിതാ കില ഹേതിബി. ഓടിപ്പോകാനൊരുങ്ങിയ അവരോട് നമുചി പറഞ്ഞു, കോപിച്ചാൽ ജഗന്മാതാവായി ഇവൾ നമ്മെ വാളുകൊണ്ട് വെട്ടിക്കൊല്ലും. തഥാ കുരു മഹാഭാഗ യഥാ ദുഃഖം ന ജായത്തെ പ്രജാമോ അദ്വൈവ പാതാളം താസ്തുത്വാധനു. നമുചി ഇങ്ങനെ ദൈത്യന്മാരോട് പറഞ്ഞിട്ട് പ്രഹ്ലാദനോട് പറഞ്ഞു, മഹാഭാഗ, നമുക്ക് ദുഃഖം ഉണ്ടാവാത്ത തരത്തിൽ പ്രവർത്തിക്കണം. ഇപ്പോൾ തന്നെ നമുക്ക് ഇവളെ സ്തുതിച്ചിട്ട് അനുജ്ഞയും വാങ്ങി പാതാളത്തിലേക്ക് പോകാം. പ്രഹ്ലാദ ഉവാച തൗമി ദേവീം മഹാമായാം സൃഷ്ടിസ്ഥിഭ്യം കാരണീം സർവേഷാം ജനനീം ശക്തിം ഭക്താനാമ ഭയങ്കരി. മഹാമായും സൃഷ്ടിസ്ഥിതിലയങ്ങൾക്ക് കരുണാഭൂതയും സകല ജഗത്തിന്റെയും മാതാവും ശക്തിസ്വരൂപിണിയും ഭക്തന്മാർക്ക് അഭയം നൽകുന്നവളുമായ ദേവിയെ ഞാൻ സ്തുതിക്കാം. വ്യാസ ഉവാച ഇത്യുക്ത്വാ വിഷ്ണുഭക്തസ്തു പ്രഹ്ലാദ പരമാർത്ഥവേദ് തുഷ്ടാവാ ജഗദാം ധാത്രീ കൃതാഞ്ജലി പുടസ്തഥാ. ഇങ്ങനെ പറഞ്ഞിട്ട് വിഷ്ണുഭക്തനും പരമാർത്ഥ വേദിയുമായ പ്രഹ്ലാദൻ കൈകൂപ്പിക്കൊണ്ട് ജഗജ്ജനനിയെ സ്തുതിച്ചു. മാലാ സർപ്പവദാഭാതി യസ്യാം സർവം ചരാചരം സർവാധിഷ്ഠാനരൂപായേ തസ്യേ ഹ്രീമൂർത്തയേ നമ. മാലയിൽ സർപ്പഭാന്തി പോലെ ആരിലാണോ ചരാചരാത്മകമായ ഈ ജഗത്ത് സ്ഥിതി ചെയ്യുന്നത്, എല്ലാറ്റിനും അധിഷ്ഠാനഭൂതയായ ആ ഹ്രീം എന്ന ബീജാക്ഷരമൂർത്തിയെ ഞാൻ നമസ്കരിക്കുന്നു. ത്വന്താ സർവമിദം വിശ്വം സ്ഥാവരം ജംഗമം തഥാ അന്യേ നിമിത്തമാത്രേസ്തു കർത്താരസ്തവ നിർമ്മിതാം. സ്ഥാവരവും ജംഗവുമായ ജഗത്തെല്ലാം സമുദ്ഭവിച്ച നിന്നിൽ നിന്നാണ്. മറ്റുള്ള സൃഷ്ടികർത്താക്കൾ വെറും കാരണക്കാരും നീ സൃഷ്ടിച്ചവരുമാണ്. നമോ ദേവി മഹാമായേ സർവേഷാം ജനനീ സ്മൃത ഓ ഭേദസ്തവ ദേവേഷു ദൈത്യേഷേ സ്വകൃതേഷു ച. ദേവി മഹാമായി, നീ സർവരുടെയും മാതാവാണ്. നീ സൃഷ്ടിച്ചവരാണ് ദേവന്മാരും ദൈത്യന്മാരും. അവരിൽ നിനക്ക് എന്തു ഭേദം? മാതുപുത്രേഷു കോ ഭേദോ അപ്യശുഭേഷു ശുഭേഷു ച ദേവദേവശുസ്മാസു ന കർത്തവ്യസ്തയാധുനാം. നല്ലതായാലും ചീത്തയായാലും ഒരമ്മയ്ക്ക് മക്കൾ തമ്മിൽ ഭേദമുണ്ടാകുമോ? അതുപോലെ ദേവന്മാരും ഞങ്ങളും തമ്മിൽ നിനക്ക് ഇപ്പോൾ ഭേദമുണ്ടാവരുതേ. യാദൃശാസ്താദൃശാ മാതാ
സുതാസ്തേ ധാനവാക്കില യദസ്ത്വം വിശ്വധരണി പുരാണേഷു പ്രകീർത്തിത. അമ്മേ, ദേവന്മാരെ പോലെ ഞങ്ങളും അമ്മയുടെ മക്കളല്ലേ. അതുകൊണ്ടാണല്ലോ പുരാണങ്ങൾ നിന്നെ വിശ്വജനനി എന്ന് പ്രകീർത്തിക്കുന്നത്. ദേവീസ്വാർത്ഥപരാനൂനം തദേവ വയമുപ്യുതാം നാന്തരം ദൈത്യസുരായോൻ ഭേദോ അയം മഹാം മോഹസംഭവ. ആ ദേവന്മാരും സ്വാർത്ഥപരരാണ് തീർച്ച. അതുപോലെ തന്നെ ആണ് ഞങ്ങളും. ഇക്കാര്യത്തിൽ ദേവന്മാരും ദൈത്യന്മാരും തമ്മിൽ ഭേദമില്ല. ഭേദം അജ്ഞാനം കൊണ്ട് ഉണ്ടാവുന്നതാണ്. ധനധാരാദിഭോഗേഷു വയം സക്താദിവാനിശം തദേവാദേവ ദേവേശി കോ ഭേദോ അസുരദേവയോ. ധനം, ഭാര്യ തുടങ്ങി ഭോഗ്യവിഷയങ്ങളിൽ രാപ്പകൽ മുഴുകിയിരിക്കുന്നവരാണ് ഞങ്ങൾ. അതുപോലെ തന്നെയല്ലേ ദേവന്മാരും. പിന്നെ ദേവാസുരന്മാർക്ക് തമ്മിൽ എന്തു ഭേദം? തേ അഭികശ്യപതായാത വയം തൽസംഭവാകില കുതോ വിരോധ സംബോധ ജാതാമാതസ്തവാധുന. അവരും കശ്യപന്റെ സന്താനങ്ങളാണ്, ഞങ്ങളും അദ്ദേഹത്തിൽ നിന്നും ജനിച്ചവരാണല്ലോ. അമ്മേ, പിന്നെ എന്തുകൊണ്ട് നിനക്കിപ്പോൾ ഞങ്ങളോട് വിരോധമുണ്ടായി? ന തഥാ വിഹിതം മാതസ്ത്വയി സർവസമുദ്ഭവേ സാമ്യദേവ ത്വയാ സാപ്യാപ്യ ദേവേഷസ്മാസു ചൈവഹി. അമ്മേ, അങ്ങനെ വിരോധം കാട്ടുന്നത് യുക്തമല്ല. നീ സർവജഗത്തിനും ഉൽപ്പത്തിസ്ഥാനമല്ലേ. ദേവന്മാരിലും അസുരന്മാരിലും നീ സമത്വ ബുദ്ധിയാണ് നിലനിർത്തേണ്ടത്. ഗുണവ്യധികരാ സർവേ സമുത്പന്നാസുരാസുര ഗുണാന്വിതാ ഭയേയുസ്തേ കഥം ദേഹഭൃതോ അമര. ഗുണമിശ്രത്തിൽ നിന്നാണ് ദേവന്മാരുടെയും അസുരന്മാരുടെയും എല്ലാം ജനം. പിന്നെ എങ്ങനെ ദേഹമുള്ള ദേവന്മാർ മാത്രം സത്വഗുണപ്രധാനരാകും? കാമക്രോധശ്ച ലോഭശ്ച സർവദേഹേഷു സംസ്ഥിത വർത്തതേ സർവദാ തസ്മാത് കോ അവിരോധി ഭവേഞ്ജനാം. കാമക്രോധലോഭങ്ങൾ ദേഹമെടുത്ത സകലർക്കുമുണ്ട്, എപ്പോഴുമുണ്ട്. അതിനാൽ വൈരമില്ലാത്തവരായി ആരുണ്ട് ലോകത്തിൽ? ത്വയാമിതോ വിരോധോ അയം കൽപ്പിത കില കൗതുക മന്യാമഹേ വിഭേദേന നൂനം യുദ്ധതി വൃക്ഷ. തമ്മിൽ പരസ്പര വിരോധം നീ കൽപ്പിച്ചത് കൗതുകം കൊണ്ട് മാത്രമാണോ? ഭേദം കൽപ്പിച്ച് തമ്മിൽ യുദ്ധം ചെയ്യുന്നത് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണെന്ന് നാം തീർച്ചയായും കരുതുന്നു. അന്യദാകലോ ഭ്രാതൃണാം നിരോധ കൃതി കീദൃശോ അനഘേ ത്വം ചേനേശ്ചസി ചാമുണ്ടേ വീക്ഷിതും കലഹം കില. ഹേ ചാമുണ്ടേ, നീ ഞങ്ങൾ തമ്മിലുള്ള കലഹം കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ ഭ്രാതാക്കളായ ഞങ്ങൾ തമ്മിൽ വിരോധമുണ്ടാകുന്നതെങ്ങനെ? ജാനാമി ധർമ്മം ധർമ്മജ്ഞേ ന വേത്മി ചാഹം ശതക്രതും തദാപി കലഹോ അസ്മാകം ഭോഗാർത്ഥം ദേവി സർവഥാ. ധർമ്മജ്ഞേ, ധർമ്മമെന്തെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും ഹേ ദേവി, എപ്പോഴും ഭോഗത്തിനു വേണ്ടിയാണ് ഞങ്ങൾ തമ്മിലെ കലഹം. ഏകകോ അഭിനശാസ്താസ്തി സംസാരേ ത്വം വിനാംബികേ സ്പൃഹാവതസ്തു കർത്തും ക്ഷമതേ വചനം വധ. അംബികെ, നീ അല്ലാതെ ഈ സംസാരത്തിൽ അനുശാസിക്കാൻ കഴിവുള്ള വേറെ ഒരൊറ്റ ആളെങ്കിലും ഉണ്ടോ? വിഷയാസക്തയായ ഒരുവന്റെ വാക്ക് ഏതു ബുദ്ധിമാനാണ് വകവയ്ക്കുക? ദേവാസുരേരയം സിന്ധുർമതിത സമയേ ക്വചിത് വിഷ്ണുനാ വിഹിതോ ഭേദാ സുധാരത്നച്ചലേന വൈ. ഒരിക്കൽ ദേവന്മാരും അസുരന്മാരും ചേർന്ന് ഈ പാൽക്കടൽ കടഞ്ഞല്ലോ. അന്ന് വിഷ്ണു സുധാരത്നങ്ങളുടെ പേരിൽ ഭേദം കാണിച്ചു. ത്വയാസൗ കൽപിതശ്കൗ ശൗരി പാലക്വേ ജഗദ്ഗുരു തേന ലക്ഷ്മി സ്വയം ലോഭാ ഗൃഹീതോ അമരസുന്ദരി. ജഗദ്ഗുരുവായി വിഷ്ണുവിനെ അന്ന് നീ പാലകനായി കൽപ്പിച്ചു. അന്ന് ഇവൻ ലോഭം നിമിത്തം സുന്ദരിയായ ലക്ഷ്മിയെ സ്വയം സ്വീകരിച്ചു. ഐരാവതസ്തേന്ദ്രേണ പാരിജാതോ അധകാമധു സുരേരോച്ചൈ ശ്രവാ സർവം ഗൃഹീതം വൈഷ്ണവേച്ഛയ. അതുപോലെ ദേവേന്ദ്രൻ ഐരാവതത്തെയും പാരിജാതത്തെയും കാമധേനുവിനെയും കൈക്കലാക്കി. അതുപോലെ ഉച്ചൈശ്രവസ് എന്ന അശ്വത്തെയും വിഷ്ണുവിന്റെ ആഗ്രഹം അനുസരിച്ച് ദേവന്മാർ എല്ലാം സ്വന്തമാക്കി. അനയം താദൃശം കൃത്വാ ജാതാ ദേവാസ്തു സാധവ അന്യായിനാ സുരാനൂനം പശ്യത്വം ധർമ്മലക്ഷണം സംസ്ഥാപിതാ സുരാനൂനം വിഷ്ണുനാ ബഹുമാനിന. അങ്ങനെ അന്യായമെല്ലാം കാണിച്ചിട്ടും ദേവന്മാർ സജ്ജനങ്ങളാണ് പോലും. അന്യായം ചെയ്തവരാണ് ദേവന്മാർ. ധർമ്മത്തിന്റെ ലക്ഷണം നിനക്ക് അറിയുകയും ചെയ്യാമല്ലോ. വിഷ്ണു അവരെ മാനിച്ച് സംശയം കൂടാതെ വാഴിക്കുകയും ചെയ്തു. നൂനം ദൈത്യാപരാഭൂവാൻ പശ്യ ത്വം ധർമ്മലക്ഷണം
ക്വ ധർമ്മ കീദൃശോ ധർമ്മ ക്വം കാര്യം ക്വ ച സാധുത. അങ്ങനെ ദൈത്യന്മാർ പരാജയപ്പെട്ടു. ധർമ്മലക്ഷണം എന്താണെന്ന് നോക്കൂ. ഇതിൽ ധർമ്മം എവിടെ? ധർമ്മം എങ്ങനെയുള്ളതാണ്? വസ്തുത എവിടെ? ശരി എവിടെ? കഥയാമി ച സകസ്യാഗ്രേ സിദ്ധം മൈമാംസികം മത തർക്കികാ യുക്തിവാദജ്ഞാ വിധിജ്ഞാ വേദവാദകാം. സംഭവിച്ചിരിക്കുന്നത് നിരീശ്വര മതം. ആരോട് പറയാനാണ്? തർക്കികന്മാർ യുക്തിവാദികളാണ്, വേദവാദങ്ങൾ വിധികർത്താക്കളും. ഉക്താസകർത്തൃകം വിശ്വം വിവദന്തേ ജഡാത്മക കർത്താ ഭവതി ചേതസ്മിൻ സംസാരേ വിദതേ കില. ഈ വിശ്വം സകർത്തൃകമാണെന്ന് അറിയില്ലാത്തവരെ പറയൂ. വിശാലമായ ഈ പ്രപഞ്ചത്തിന് ഒരാൾ കർത്താവായിട്ടുണ്ടെങ്കിൽ വിരോധാകീദൃശസ്തത്ര ചൈക കർമ്മണി വൈമിധ വേദനൈകമതികസ്മാത് ശാസ്ത്രേഷ്വപി തഥാ പുനാം. ഒരേ സൃഷ്ടി തന്നെ ഇങ്ങനെ പരസ്പര ഭേദം വരുമോ? വേദങ്ങളിൽ അതുപോലെ ശാസ്ത്രങ്ങളിലും വിരുദ്ധാഭിപ്രായങ്ങൾ കാണുന്നത് എന്തുകൊണ്ട്? നൈകവാക്യം വജസ്തേഷാമഭി വേദവിദാം പുനാ യഥസ്വാർത്ഥപരം സർവം ജഗസ്ഥാവര ജംഗമം. വേദജ്ഞന്മാരുടെ വാക്യങ്ങളും ഒരേപോലെയല്ല, അതിലും ഭേദമുണ്ട്. എന്തെന്നാൽ സ്ഥാവര ജംഗമാത്മകമായ ഈ ജഗത്തെല്ലാം സ്വാർത്ഥപരമാണ്. നിസ്പൃഹ കോ അഭി സംസാരേ ന ഭവേന ഭവിഷ്യതി ശശിനാഥ ഗുരോർ ഭാര്യ ഹൃദാ ബലാദബി. ആസക്തിയില്ലാത്ത ഒരുവൻ ഇതേവരെ ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. വിദ്വാനായ ചന്ദ്രൻ പോലും അറിഞ്ഞുകൊണ്ട് ഗുരുഭക്തിയെ അപഹരിച്ചു. ഗൗതമസ്യാതേന്ദ്രേണ ജാനത ധർമ്മനിശ്ചയം ഗുരുണാം അനുജ ഭാര്യ ച ഭുക്ത്വ ഗർവഭവതി ബലാത്. ധർമ്മത്തെക്കുറിച്ച് അറിവുള്ള ഇന്ദ്രൻ ഗൗതമ പത്നിയെ പ്രാപിച്ചു. ദേവഗുരു അനുജന്റെ ഗർഭവതിയായ ഭാര്യയെ ബലാൽ അനുഭവിച്ചു. സപ്തോ ഗർഭതോ ബാല കൃതശാക്തസ്തദാ പുനാ വിഷ്ണുനാഥ ശിരച്ഛിന്നം രാഹോ ശക്രേണ വൈബലാത്. ആ നിന്റെ കർമ്മത്തെ നിഷേധിച്ച ഗർഭഗതനായ ബാലനെ ദേവഗുരു ശപിച്ച് അന്ധനാക്കി. വിഷ്ണുവിന്റെ കഥയോ? അദ്ദേഹം രാഹുവിന്റെ ശിരസ് ചക്രം കൊണ്ട് ബലാൽ ഛേദിച്ചു. അപരാധം വിനാ കാമം തഥാ സത്വവദാംബികേ പൗത്രോ ധർമ്മവദാം ശൂര സത്യവ്രതപരായണ. അംബികെ, രാഹു ഒരു അപരാധവും ചെയ്തവനല്ല, വിഷ്ണുവോ സത്വഗുണപ്രധാനം. എന്റെ പൗത്രൻ ശൂരനും സത്യവ്രതത്തിൽ ഉറച്ചവനുമാണ്. യജ്വാദാനവതി ശാന്ത സർവജ്ഞ സർവപൂജക കൃത്വാദ വാമനം രൂപം ഹരിണാചലവേദിനാം. യാഗം ചെയ്തവനും ദാനശീലനും ശാന്തനും സർവജ്ഞനും സർവപൂജകനുമാണ്. വഞ്ചന വശമാക്കിയ വിഷ്ണു വാമനരൂപം പൂണ്ട് വഞ്ചിതോ അസൗബലി സർവം ഹൃദം രാജ്യം പുരാകില തഥാഭി ദേവാ ധർമ്മസ്ഥാൻ പ്രവദന്തി മനീഷണ. ആ ബലിയെ വഞ്ചിച്ച് രാജ്യവും സർവസ്വവും അപഹരിച്ചു. എന്നിട്ടും ബുദ്ധിമാന്മാർ പറയുന്നത് ദേവന്മാർ ധർമ്മനിഷ്ഠരാണത്രേ. പദന്തി ചാടുവാദാംശ ധർമ്മവാദാഞ്ജയം ഗദാ ഏവം ജ്ഞാത്വാ ജഗന്മാതർ യഥേശസി തഥാ കുരു. ജയിച്ചവരെന്ന മട്ടിൽ ചാടുവാദങ്ങളും ധർമ്മവാദങ്ങളും അവർ മുഴക്കുന്നു. ഹേ ജഗദംബേ, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നീ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ചെയ്താലും. ശരണം ദാനവാ സർവേ ജഹി വാ രക്ഷവാ പുനാ. ദാനവന്മാരെല്ലാം നിന്നെ ശരണം പ്രാപിച്ചിരിക്കുന്നു. രക്ഷിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യാം. ശ്രീദേവി വാച. സർവേ ഗച്ഛത പാതാളം തത്ര വാസം യഥേപ്സിതം. എല്ലാവരും പാതാളത്തിലേക്ക് പോയി അവിടെ യഥേഷ്ടം വസിച്ചു കൊള്ളുവിൻ. ഗുരുധ്വം ദാനവാ സർവേ നിർഭയാ ഗതമന്യവാ കാലപ്രതീക്ഷോ യുഷ്മാഭി കാരണം സ അശുഭേ അശുഭേ. എല്ലാ ദാനവന്മാരും ഭയവും കോപവും വെടിഞ്ഞ് കാലം കാത്തിരിക്കും. കാലമാണ് ശുഭാശുഭങ്ങൾക്കു കാരണം. സുനിർവേദപരാണാം ഹി സുഖം സർവത്ര സർവദാ ത്രൈലോക്യസ്യ ച രാജ്യോ അപി ന സുഖം ലോഭചേതസാം. നല്ല വിരക്തി വന്നവർക്ക് എവിടെയും എല്ലായ്പ്പോഴും സുഖമാണ്. മനസ്സിൽ ലോഭം തിങ്ങിയവർക്ക് ത്രൈലോക്യം മുഴുവൻ ലഭിച്ചാലും സുഖമുണ്ടാവുകയില്ല. അതുകൊണ്ട് ഈ ഭൂമി വെടിഞ്ഞ് പാതാളത്തിലേക്ക് പോയിക്കൊള്ളുവിൻ. ഹൃദേ അഭീന സുഖം പൂർണ്ണം സസ്പൃഹാണാം ഫലൈരപി തസ്മാത് ത്യക്ത്വാ മഹീമേതാം പ്രയാന്ത്വദ്യ മഹീതലം. ആശ വെടിയാത്തവർക്ക് ഫലം ലഭിച്ചാൽ പോലും പൂർണ്ണ തൃപ്തി ഉണ്ടാവുമെന്നില്ല. അതുകൊണ്ട് ഈ ഭൂമി വെടിഞ്ഞ് ഉടൻ പാതാളത്തിലേക്ക് പോയിക്കൊള്ളുക. മമ
മാജ്ഞാം പൂരത കൃത്വാ സർവേ വിഗതകൽമഷ. ഞാൻ പറഞ്ഞതനുസരിച്ച് എല്ലാവരും ഒരു ദുഷ്ടചിന്തയും ഇല്ലാതെ പൊയ്ക്കൊള്ളുവിൻ. വ്യാസോവാച തശ്രുത്വാ വചനം ദേവ്യാസ്തഥേത്യുക്ത്വാ രസാതലം. ദേവിയുടെ ഈ വാക്ക് കേട്ട് ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രസാതലത്തിലേക്ക് പ്രണമ്യദാനവ സർവേ ഗദാശക്ത്യാഭിരക്ഷിതാം അന്തർദദേ തതോ ദേവി ദേവാസ്വഭവനം ഗദ. ദേവിയെ പ്രണമിച്ച് സകല ദാനവരും ദേവി ശക്തിയാൽ സുരക്ഷിതരായി പോവുകയും ചെയ്തു. ദേവി ഉടൻ തന്നെ അന്തർദാനം ചെയ്തു. ദേവന്മാർ സ്വഭവനങ്ങളിലേക്ക് പോയി. ത്യക്ത്വാ വൈരം സ്ഥിതാ സർവേ തേ തദദേവ ദാനവാം യഥാജ്ഞാനമഖിലം ശൃണോതി വദത്യദാ സർവദുഃഖ നിർമുക്ത പ്രയാന്തി പദമുത്തമം. ദേവന്മാരും ദാനവന്മാരും പരസ്പര വൈരം കൂടാതെ അങ്ങനെ കഴിഞ്ഞു. ആരാണോ ഈ കഥ കേൾക്കുന്നതും പറയുന്നതും അവൻ സകല ദുഃഖങ്ങളിൽ നിന്നും വിമുക്തനായി ഉത്തമ പദം പ്രാപിക്കും. ഇത് ശ്രീ ദേവി ഭാഗവതേ ചതുർത്ഥ സ്കന്ധേ പഞ്ചമോധ്യായ. ശ്രീ മഹാദേവേ നമഃ.